നമ്മളിന്ന് UB 22 എന്നുള്ള പോയിന്റാണ് നോക്കുന്നത്. 21 വരെയുള്ളത് നേരത്തെ നോക്കിയിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. കാരണം എനിക്ക് എൻ്റെ സ്ക്രീൻ അല്ലാണ്ട് വേറെ ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചോളുക. ഓക്കെ. UB 22 ആണ് നമ്മളിന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ BL 22 എന്ന് പറയുന്ന പോയിന്റാണ്. ഓക്കെ, ഇത് ട്രിപ്പിൾ വാർമറിൻ്റെ ബാക്ക് ഷൂ പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ വാർമർ റെഡിനെ നിങ്ങൾ പൊതുവേ വന്നിട്ട് ബാക്ക് ഷൂ പോയിന്റ്സ് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിക്കാൻ ശ്രമിക്കുക. വളരെ നല്ല പോയിന്റ് ആണ്. ഈ ബാക്ക് ഷൂ പോയിന്റ്സിനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് ദ ഡയഗ്നോസിസിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റും കൂടിയാണ്. നിങ്ങൾ ആ പോയിന്റിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് വേദനകളോ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്നോസിങ് ആണ്, അതിൻ്റെ എനർജി ഇംബാലൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ കഴിയുന്നതും ഇനി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള ചെയ്ത ശേഷം, ഇപ്പം നിങ്ങൾക്ക് ആൾറെഡി ഒരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഏത് രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ശരി, നമ്മുടെ തോട്ട് പാറ്റേണിലും എല്ലാത്തിലും തന്നെ നമുക്കത് പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിറയെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മറ്റേ ഫസ്റ്റ് ലുംബാറിൻ്റെ വെർട്ടിബ്രയിൽ നിന്ന് 1.5 ചൂൺ മാറിയിട്ടുള്ള ബൈലേറ്ററലായിട്ട് വരുന്ന പോയിന്റാണ് BL 22 അല്ലെങ്കിൽ UB 22 എന്ന് പറയുന്നത്. ശരീരത്തിനകത്ത് എവിടെ എഡിമ ഉണ്ടെങ്കിലും അത് മാറാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പെയിൻഫുൾ യൂറിനേഷൻ മാറാനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അബ്ഡമിനൽ, അതായത് വയറ് വന്നിട്ട് മുറുകിയിരിക്കുക അല്ലെങ്കിൽ വീർത്തിരിക്കുക, അതിനൊരു എന്താ വെച്ചാൽ നോർമൽ പൊസിഷൻ അല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയിനകത്ത് വരുന്ന ശബ്ദങ്ങൾ, അത് ചില സമയത്ത് വെളിയിൽ അടുത്തുള്ള ആളുകൾക്ക് വരെ കേൾക്കും, ഗ്യാസ് പോകുന്നത് പോലെ തന്നെ തോന്നും. പക്ഷെ അതിനകത്ത് ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിട്ട് വരുന്ന ശബ്ദത്തിനെയാണ് ബോർബറി ഗംസ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ലൂസ് ടൂൾസ്, അതായത് ഡയേറിയ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അതേമാതിരി ഡിസെൻട്രി ഉണ്ടെങ്കിൽ അതിനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ മുട്ടുകളുടെ വീക്ക്നെസ്സിന് വളരെ നല്ല പോയിന്റാണ്. എപ്പോഴും മുട്ടിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് അത് ഒരു മുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് എലമെൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഒരുപാട് ഹാർട്ടിന് പമ്പിങ് കപ്പാസിറ്റി വീക്കുള്ള ആളുകളിലും നീ പെയിൻ വരും. നടക്കുന്ന സമയത്ത് സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടാവും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന് ഓവർലോഡ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നീ പെയിൻ വരുന്ന ആളാണെങ്കിൽ വേറെ സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും ട്രീറ്റ് ചെയ്യാൻ. അതേമാതിരി തന്നെ അതല്ലാതെയുള്ള നീ പെയിൻസ് വരുന്ന സമയത്ത് നീയുടെ ചുറ്റുമുള്ള പോയിന്റ്സിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ലുംബാർ ഏരിയനെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ വെർട്ടിബ്ര ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആൾറെഡി ചിലവർ PNSTയോ മറ്റൊക്കെ പഠിച്ചവരുണ്ടാവും. അതല്ലെങ്കിൽ കൈറോവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോഡി തെറാപ്പി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഡോൺ മെത്തേഡോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അറിയാം. നമ്മുടെ ശരീരത്തിനകത്ത് എല്ലാ ഓർഗൻസും അല്ലെങ്കിൽ എല്ലാ എലമെൻസും തന്നെ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്പൈനൽ കോഡ് കൂടിയാണ്. ആ സ്പൈനൽ കോഡ് നമ്മുടെ വെർട്ടിബ്രയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ബാക്കിയുള്ള ഓർഗൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബോഡി നമ്മുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടതാണ്. അപ്പം ചില സമയങ്ങളിൽ ആ ബുദ്ധിമുട്ടുകൾ ബോഡി തനിയെ മാറ്റുന്നില്ല എങ്കിൽ അതിന് ആദ്യമേ തന്നെ ആ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, ബ്രെയിനിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓർഡർ അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഓക്കെ ആക്കിയാൽ മാത്രമേ നിങ്ങൾ ബാക്കി എനർജി നീഡ്ലിംഗ് ഇട്ടാലും തന്നെ എന്ത് തന്നെ ഇട്ടാലും വർക്കായുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഏത് ഓർഗനാണ് അല്ലെങ്കിൽ ഏത് എലമെൻറ്റിനെയാണ്, അല്ലെങ്കിൽ മീൻസ് അതായത് എക്സ്റ്റേണൽ ഓർഗൻസ് ആണോ ഇൻറ്റേർണൽ ഓർഗൻസ് ആണോ നോക്കുക. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെർട്ടിബ്രയിലൂടെ ഇൻഫർമേഷനും ഓർഡേഴ്സും പ്രോപ്പറായിട്ട് വരണമെങ്കിൽ അവിടെ പ്രോപ്പറായിരിക്കണം. അപ്പോൾ അവിടെ ഒരു കംപ്രഷനോ ഡിസലൈൻമെൻറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് നീഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും തൽക്കാലം നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് തന്നെ ചോദിക്കണേ. എനിക്ക് മറ്റേ സ്ക്രീൻ എൻ്റെ മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ്.
എപ്പോഴും യൂസ് ചെയ്യുന്ന സിസ്റ്റം അല്ല. അപ്പം അതിനെല്ലാം തന്നെ മറ്റേ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ട്രക്ചറലിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിൻ്റെ അടുത്തുള്ള പോയിന്റ്സുകൾ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഒരു മിനിറ്റ്. എന്താ വെച്ചാൽ എനിക്ക് മറ്റേ ആൾക്കാരെ ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ സ്ക്രീൻ എനിക്ക് ആദ്യം ഒന്ന് മാറ്റണം. ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റമുണ്ട്. എന്താ വെച്ചാൽ ഈ സിസ്റ്റത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. സോ പിന്നെ മറ്റേ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റ്സ് ആൻഡ് മൂവ്സ് ദ ട്രിപ്പിൾ വാർമർ. ഓക്കെ, ട്രിപ്പിൾ വാർമറിൻ്റെ എനർജീനെ റെഗുലേറ്റ് ചെയ്യാനും അതിൻ്റെ എനർജീനെ മൂവ് ചെയ്യാനും വളരെ നല്ലതാണ്. ഓപ്പൺസ് ആൻഡ് റെഗുലേറ്റ്സ് വാട്ടർ പാസേജസ്, അതായത് ശരീരത്തിനകത്തുള്ള ജലത്തിൻ്റെ സഞ്ചാരപാതകളെ ക്ലിയർ ചെയ്യുന്നതായതുകൊണ്ടാണ് എഡിമയ്ക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ പെയിൻഫുൾ യൂറിനേഷനും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അതുകൊണ്ടാണത് യൂറിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. വാട്ടർ പാസേജ് ക്ലിയർ ആയിട്ടാണ് ഉള്ളതെങ്കിൽ യൂറിനേഷൻ പ്രോപ്പർ ആയിരിക്കും. അതേമാതിരി തന്നെ ഡാമ്പിനെസ്സും മാറാൻ വളരെ നല്ലതാണ്. നിങ്ങളിങ്ങനെ ലേറ്റായിട്ട് വരുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഞാൻ എൻ്റെ സ്ക്രീനിൽ നിന്ന് മാറി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ബ്രേക്ക് വരും. നമ്മുടെ ടൈം എന്ന് പറയുന്നത് 8:30 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും 8:30 കയറാൻ നോക്കുക. ചിലവരൊക്കെ കഴിയാറാകുമ്പോഴാണ് വരുന്നത്. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ അത് എനിക്ക് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ക്ലാസ് മറ്റേ PPT മറ്റുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ലുംബാർ 1 വെർട്ടിബ്രയുടെ അവിടുന്ന് 1.5 ചൂണിലാണ്. ശരിക്കും പറഞ്ഞാൽ വെർട്ടിബ്രയുടെ നേരെയല്ല എടുക്കുന്നത്, L1 L2ൻ്റെ ഗ്യാപ്പിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേമാതിരി ഒട്ടുമിക്കപ്പോഴും വന്നിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കണം. ആ ഏരിയയിൽ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ആ സ്ഥലം ഫീൽ ചെയ്യാൻ പറ്റും. അതേമാതിരി എനർജി ഇംബാലൻസ് ഒരുപാടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് പ്രസ് ചെയ്യുമ്പോൾ പെയിൻ തോന്നും. അതല്ലാണ്ട് നോർമലി തോന്നുന്ന പെയിൻ അല്ല. ആ ഭാഗത്ത് തൊട്ട് അമർത്തുന്ന സമയത്ത് ആ പോയിന്റിൽ ലൊക്കേഷൻ മാത്രമായിട്ട് പെയിൻ ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ SP6 നോക്കേണ്ടത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സൈഡിൽ പറഞ്ഞു. നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഫിംഗർ വിഡ്ത്ത് മുകളിലും താഴെയും കൂടെ പ്രസ് ചെയ്യണം. കമ്പാരിറ്റീവ്ലി പെയിൻ ഏതിലാണോ കൂടുതൽ ആ പോയിന്റ് ഉപയോഗിക്കാൻ പറഞ്ഞു. അതേമാതിരി ട്രിപ്പിൾ വാർമർ 6ഉം അങ്ങനെ തന്നെയാണ് വരിക. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ട്രിപ്പിൾ വാർമർ 6ലും അതേമാതിരി തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും വന്നിട്ട് റിസ്റ്റിൽ നിന്ന് 3 ചൂണിലല്ല കിട്ടുക. അതിന് പകരം ഒരു ഫിംഗർ വിഡ്ത്തും കൂടി 4 ഫിംഗർ വിഡ്ത്തിന് പകരം പല ആളുകളിലും 5ാമത്തെ ഫിംഗർ വിഡ്ത്തിലാണ് പെയിൻ കൂടുതൽ വരിക. അങ്ങനെയുള്ളവർക്ക് നീഡിൽ ചെയ്യുന്ന സമയത്ത് നല്ല മാറ്റങ്ങൾ കുറച്ചുകൂടി മറ്റേത് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ കിട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും പോയിന്റിനെ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ മനസ്സിലാക്കി ഇടുന്നതിന് പകരം ആ സ്ഥലം ഒന്ന് റൗണ്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ട് നീഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അത് അടുത്തത് UB23 എന്നുള്ള പോയിന്റാണ്. കിഡ്നിയുടെ ബാക്ക് ഷൂ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ UB മെറീഡിയൻ വളരെയേറെ പ്രയോറിറ്റി ഉള്ള ഒരു മെറീഡിയൻ ആണ്. ഈ ഓരോ മെറീഡിയൻ്റെയും തൊട്ടടുത്ത് വരുന്ന പോയിന്റിനും സപ്പോർട്ടിങ് പോയിന്റാണ്. അപ്പം നിങ്ങൾ UB മെറീഡിയനിലെ പോയിന്റ്സും അതിൻ്റെ ഏതൊക്കെയാണ് ബാക്ക് ഷൂ എന്ന് അറിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക ഇഷ്യൂസിനും നിങ്ങൾക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചൈനയിലും അതുപോലെ തന്നെ നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും വന്നിട്ട് ഇതിനകത്ത് മാസ്റ്റർ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള ഒരു പോയിന്റുകളാണ് ഈ ബാക്ക് ഷൂ പോയിന്റ്സ്. മറ്റുള്ള പോയിന്റ്സിൻ്റെ കൂടെ കമ്പയർ ചെയ്ത് ചെയ്യും. ആദ്യമേ തന്നെ അവർ ബാക്ക് ഷൂ പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ള പോയിന്റ്സ് പോലും ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, സോ ലംബാർ 2ൻ്റെ 1.5 ചൂൺ ലാറ്ററലാണ് വരുന്നത്. അല്ലെങ്കിൽ 22 ഒരു ചൂൺ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1.25 ചൂണായിട്ട് താഴെ വരും. നമ്മൾ എടുക്കുന്ന സമയത്ത് L2 വെർട്ടിബ്രയുടെയും L3 വെർട്ടിബ്രയുടെയും ഇടയിൽ നിന്ന് 1.5 ചൂൺ ബൈലാറ്ററലായിട്ട് എടുക്കുക. ഓക്കെ, ബാക്ക് ടു പോയിന്റ് ഓഫ് കിഡ്നി ആണ്. അപ്പോൾ കിഡ്നീനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷനാലിറ്റി ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്.
സോ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതിനൊക്കെ തന്നെ ഈ പോയിന്റ് വളരെ നല്ല പോയിന്റാണ്. സാർ ഒരു സംശയം. പറഞ്ഞോളൂ സാർ, എന്തുകൊണ്ടാണ് ഫ്രണ്ട് മൂവ് പോയിന്റ് കൂടുതൽ ഉപയോഗിക്കാത്തത്? ഫ്രണ്ട് മൂവ് പോയിന്റ് കൂടുതൽ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് ഉത്തരം എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ് UB മെറിഡിയൻസ്. അത് മാത്രമല്ല കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ കിഡ്നിയുടെ ഇത് കോമ്പിനേഷൻ ചെയ്യാണ്, കിഡ്നിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോഴ്സ് പോയിന്റ്, ഫ്രണ്ട് മൂവ് പോയിന്റ്, ബാക്ക് ഷൂ പോയിന്റ് ഒക്കെ കൊടുക്കേണ്ടതല്ലേ എന്റെ? അതെ, പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടുവരാറുള്ളത് ബാക്ക് ഷൂ പോയിന്റ്സ് ആണ്. അതിന് 2-3-4 റീസൺ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഹിജാമ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സേഫ് എപ്പോഴും ബാക്ക് ആണ്. അതെ അതെ അല്ലേ? അതെന്തുകൊണ്ടാ വെച്ചാൽ അവിടെ സ്ക്രാച്ചസ് ഒക്കെ ചെയ്യുമ്പോൾ രണ്ടിന്റെയും സ്ട്രെങ്ത്തിന് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല ഇൻഓർഗൻ ക്യാരി ചെയ്യുന്ന ഭാഗങ്ങളായതുകൊണ്ട് അത് സോഫ്റ്റ് ആയിരിക്കും ആ ഭാഗം. അതേ സമയത്ത് യാങ് നേച്ചറാണ് ബാക്ക് സൈഡിൽ. അതുകൊണ്ട് തന്നെ അതിന് ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീന് ഒരു മിനിറ്റ്. ഓക്കെ എന്താ വെച്ചാൽ ആരോ ഇപ്പൊ ജോയിന്റ് ആവുന്നുണ്ട്. ഒരു മിനിറ്റ്. എന്താ വെച്ചാൽ എൻ്റെ സിസ്റ്റത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. സോറി കേട്ടോ, എനിക്ക് എൻ്റെ സ്ക്രീനെ ഇവിടെ മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ 2 പേര് ആരോ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറൊക്കെ മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടേ ഉള്ള പ്രശ്നം. പഠിക്കാണ്ട് എങ്ങനെ ഉണ്ട്? പഠിച്ചിട്ട് എന്തായിരിക്കും? എന്താ ഓക്കെ, എനിക്ക് എൻ്റെ സ്ക്രീനെ ഇപ്പം എന്താ വെച്ചാൽ ഞാൻ എവിടെയാ ഇരിക്കണമെന്ന് തന്നെ എനിക്ക് തന്നെ അറിയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ എന്താ കാണണമെന്ന് പറയാമോ? പോയിന്റ്. ഓക്കെ വരുന്നുണ്ട്. സ്ക്രീൻ മാറുന്നില്ല അല്ലേ? സ്ക്രീൻ ബാക്ക് പോയിന്റ് കാണുന്നത് അല്ല, അങ്ങനെയല്ല, അടുത്ത സ്ക്രീനിലേക്ക് കാണുന്നില്ല അത്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഒറ്റ മിനിറ്റ്. സ്ക്രീൻ രണ്ടാമത് പ്രസന്റ് ചെയ്യാം. ദയവായിട്ട് ക്ലാസ്സിൽ കയറുന്നത് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. കഴിയുന്നതും ഒരു 5 മിനിറ്റിനകത്ത് കയറുക. സ്ക്രീൻ പ്രസന്റ് ചെയ്താൽ എനിക്ക് കുറച്ചത് സ്ക്രീൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞു. എന്താണോ? ഓക്കെ, ഇങ്ങനെ ഞാൻ ചെയ്യും. ഇപ്പൊ നമ്മൾ അതായത് ബാക്കില് നമുക്ക് യാങ് പാർട്ട് ആയതുകൊണ്ട് സ്ട്രെങ്തൻ കൂടുതലാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി വന്നിട്ട് നമുക്ക് മറ്റേ എന്തെങ്കിലും ഒത്തിരി ഫോഴ്സ് കൊടുക്കാനൊക്കെ തന്നെ നമുക്ക് ഫ്രണ്ടിനേക്കാളും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ബാക്ക് സൈഡാണ്. ഇപ്പോൾ ഒരു ഭാരം തൂക്കണമെങ്കിൽ ഫ്രണ്ട് വശത്തല്ല നമ്മൾ തൂക്കുക, ബാക്ക് സൈഡിലാണ്. കാരണം അത് യാങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഫ്രണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗങ്ങളും ഓപ്പൺ ആയിട്ട് പ്രദർശിപ്പിക്കാനും ടച്ച് ചെയ്യുമ്പോൾ വന്നിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ടും കൂടെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ബാക്ക് ഷൂ പോയിന്റ്സ് ആണ് ഫ്രണ്ട് മൂവിനെക്കാളും. അതേപോലെ തന്നെ നിങ്ങൾ പ്രഷർ ചെയ്ത് പെയിൻ ഒക്കെ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് മൂവിൽ പെട്ടെന്ന് കിട്ടത്തില്ല, പക്ഷെ ബാക്ക് ഷൂ നന്നായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ സാർ? ഓക്കെ സാർ, താങ്ക് യു. ഇതാണ് എനിക്ക് അറിഞ്ഞിട്ടുള്ളത്, അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ്. അല്ല, ഞാൻ ക്ലിനിക്കൽ അക്യുപഞ്ചർ കാണുമ്പോഴേ TCMന്റെ മിക്ക അക്യുപഞ്ചർ കാണുമ്പോഴും അവര് എപ്പോഴും ബാക്ക് ഷൂ പോയിന്റ് പ്രധാനം കൊടുത്തുകൊണ്ട് അതെ അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇതുകൊണ്ടായിരിക്കും. ഫ്രണ്ട് മൂവ് വന്നിട്ട് പല പോയിന്റ്സും നിങ്ങൾ പ്രസ് ചെയ്ത് വിരൽ അടുത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ അവര് മറ്റേ എന്താ പറയാ അതെ. അപ്പോൾ ബാക്ക് ഷൂവിൽ ആ പ്രോബ്ലം ഉണ്ടാവില്ല, കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് കിഡ്നിയുടെ ബാക്ക് ഷൂ പോയിന്റ് ആയതുകൊണ്ട് യൂറിൻ റിലേറ്റഡ് ആയിട്ട് എല്ലാ ഇഷ്യൂസിനും നമുക്ക് ഉപയോഗിക്കാം. അത് ഇൻവോളണ്ടറി യൂറിനേഷൻ ആയിക്കോട്ടെ, പെയിൻഫുൾ യൂറിനേഷൻ ആയിക്കോട്ടെ,
ഇത് വെള്ളമായിട്ടുള്ള ബന്ധമുള്ളത് ഡാംപിനെസ്സിനും എഡിമയ്ക്കും മാറാൻ നല്ലതാണ്. സ്ത്രീകളിൽ വന്നിട്ട് മറ്റേ എന്താ പറയുക മെൻസസ് സൈക്കിളുമായിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ജനനേന്ദ്രിയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന ഇഷ്യൂസിന് എല്ലാത്തിനും തന്നെ ഉപയോഗിക്കാം. കിഡ്നിയുടെ എക്സ്റ്റേണൽ ഡിവൈസ് ആണ്, വാട്ടറിന്റെ എക്സ്റ്റേണൽ ഓർഗൻ ആണ് കാത്. തന്നെ കാതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് വളരെയേറെ നല്ലതാണ്. ഓക്കെ, അതേമാതിരി കാതിലുണ്ടാകുന്ന ടിനിറ്റസിന് നല്ലതാണ്. ത്രോട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക്, ആസ്മയ്ക്കുമൊക്കെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി പക്ഷാഘാതമുള്ള ആളുകളിലേക്കും അതേമാതിരി തന്നെ ലുംബാർ പെയിൻ ഉണ്ടെങ്കിൽ അത് മാറാനും തന്നെ ഈ പോയിന്റ് നല്ലതാണ്. ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ ഈ കാരണം കിഡ്നിയുടെ ബോണിന്റെ മാസ്റ്ററാണ് കിഡ്നി. അതുകൊണ്ട് തന്നെ ബോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനൊക്കെ തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ലംബാർ 2-ന്റെയും ലംബാർ 3-യുടെയും വെർട്ടിബ്രയുടെ ഇടയിൽ 1.5 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ് നമ്മുടെ UB23. ഓക്കെ, അടുത്തത് BL20. നമ്പർ 2 അല്ലേ വരുന്നത്? ലംബാർ 2-3 ഇടയിലാണോ അതോ ലംബാർ 2 ആണോ? ലംബാർ 2-ഉം 3-ന്റെ ഇടയിലായിട്ടാണ് വരിക. പക്ഷെ അവർ എഴുതുമ്പോൾ എപ്പോഴും വന്നിട്ട് പറയുന്നത് തൊട്ട് താഴെയുള്ള ഏരിയ തന്നെയാണ് അവർ പറയുന്നത്. നമ്മൾ മറ്റേ പോയിന്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് ഈ ലംബാർ 2 എന്ന് പറഞ്ഞാലും ലംബാർ 2-ന്റെയും 3-ന്റെ ഇടയിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിബ്രേന്ന് വരുന്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വെർട്ടിബ്ര ഗ്യാപ്പിൽ കൂടിയിട്ടാണ് ബാക്കിയുള്ള ഓർഗനിലേക്ക് വരുന്നത്. അതേമാതിരി തന്നെ ഈ ഓരോ സ്പൈനൽ കോഡിന്റെയും ഈ സ്പൈനിന് തൊട്ടിട്ട് മറ്റേ വെർട്ടിബ്രയുടെയും താഴെ ഈ 2 പോയിന്റ് ഉണ്ട്, 2 വശത്തും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടല്ലോ. അതെല്ലാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ബോണിന്റെ ജോയിന്റുകളിലാണ്. കാരണം ഈ വെർട്ടിബ്രാസ് പുറത്ത് വരുന്നത് ഈ ഗ്യാപ്പ് കൂടിയാണ്. അതുകൊണ്ടായിരിക്കണം പെരിഫറൽ നെർവ്സിന്റെ ആ ബെൻഡ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ആ ബെൻഡിന്റെ ഇത് കണക്കായിട്ടാണോ? അതെ അതെ, അത് ഇതിന് ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോകാൻ ഏറ്റവും എളുപ്പം. അത് പുറത്ത് വരുമ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ മിനിസ്റ്ററിന്റെ റൂമിലേക്ക് കയറാൻ പറ്റില്ല, പക്ഷെ അവരുടെ ഗേറ്റിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന ആളാണല്ലോ പുറത്ത് വരുമ്പോൾ കാണാം. എക്സാമ്പിൾ പറയാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ. അപ്പൊ എപ്പോഴും പോയിന്റ്സ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് ഈ ചില പോയിന്റ്സ് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് നോക്കി പെയിൻ ഉള്ളതിനെ ഓപ്റ്റ് ചെയ്യാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ പല ചിത്രങ്ങളിലും വന്നിട്ട് L1-ന് നേരെയാണ് കാണിക്കുക, പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, എപ്പോഴും വന്നിട്ട് ഈ എക്സ്ട്രാ പോയിന്റിന് തുല്യമായിട്ടുള്ള പോയിന്റാണിത്. ഞാനത് സാധാരണ ഇതിൽ 1.5 ചുണ്ണ അകലത്തില് മാർക്ക് ചെയ്തിട്ട് പ്രോബോണ്ടും എല്ലാം മേൽന്ന് UB11 മുതൽ താഴോട്ടും എല്ലാം വർക്ക് ചെയ്യാം. സമയത്ത് നോക്കൂ, അത് നേരെ വെർട്ടിബ്രയുടെ ഈക്വൽ ആയിട്ടാണോ വരുന്നത് അതോ ആ ചെറിയ വ്യത്യാസം വരാറുണ്ട്. കറക്റ്റ് ഇതിലല്ല വരാറ്, ഒരു ലേശം ചെരിഞ്ഞിട്ടാണ് വരാറ്. അതെ, അപ്പോ എന്റെ അഭിപ്രായത്തിൽ അതിന്റെ കൺസെപ്റ്റ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് പെട്ടെന്ന് വെർട്ടിബ്രയിലേക്ക് അല്ല മറ്റേ സ്പൈനൽ കോഡിലേക്ക് എത്തണമെങ്കിൽ അവിടുന്ന് വരുന്ന നെർവ് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അടുത്തുണ്ടാവണം. ആ കൺസെപ്റ്റിലാണ് ഞാനിത് പറയുന്നത്. അല്ല, ഞാൻ ഡ്രോയിങ് നോക്കി നെർവ് സിസ്റ്റത്തിന്റെ ഡ്രോയിങ് നോക്കി നോക്കുമ്പോഴും ഇതില് പെരിഫറൽ നെർവ് അവിടുന്ന് വെർട്ടിബ്രയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് താഴോട്ട് വരുന്നുണ്ടല്ലോ. താഴോട്ട് ആ വരുന്ന സമയത്ത് ഒരു ലേശം ഒരു 45 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. 3Dയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇത് നെർവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണോ അങ്ങനെ കൊടുക്കുന്നത്? അതെ, ഉറപ്പായിട്ടും അതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ നമ്മളുടെ പോയിന്റ് ഉള്ളത് വന്നിട്ട് ഫേഷ്യാണ്, സ്കിന്നിനും മസിൽസിനും ഇടയിലുള്ള കൗളിയിലാണ്. പക്ഷെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് കിടക്കുന്നത്. താങ്ക് യു സർ. ഓക്കെ, അടുത്തത് BL24 എന്ന് പറയുന്ന പോയിന്റ് ആണ്. 3rd ലുംബാർ വെർട്ടിബ്രയിന്ന് 1.5 ചൂൺ ലാറ്ററൽ ആയിട്ട് വരുന്നതാണ്. ലോവർ ബോർഡർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവരുണ്ടോ? മറ്റേ അബ്ദുൽ ഖാദർ സാർ, ഓൺ ദ ബാക്ക് 1.5
5 lateral to the lower border of the spinous process of third lumbar vertebra. അതായത് തേർഡ് ലുംബാർ വെർട്ടിബ്രയുടെ ലോവർ ബോർഡറിലാണ് ഇത് എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ. ഒരു കർവ് ഉണ്ടാവും ഓരോ ഏരിയ. എല്ലാത്തിലും ഈ ലോവർ ബോർഡർ വരുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം വായിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോയതാ. പക്ഷെ അതിന്റെ റീസൺ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറ്റേ സ്പൈനൽ കോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട പാത്ത് വന്നിട്ട് എവിടെയാണ് സാർ അങ്ങനെ ഡു 4 വരുന്നത് വെർട്ടിബ്രയുടെ സെന്ററിലല്ലേ വരുന്നത്? അതിന്റെ കറക്റ്റ് ജംഗ്ഷനിലല്ലേ, കാർഡിജിന്റെ ഭാഗത്തല്ലേ, ഡിസ്കിന്റെ ഭാഗത്തല്ലേ വരുന്നത്? മനസ്സിലായില്ലേ സാർ? ഏതാ ഡു 4 ലംബാർ ഡു 4 വരുന്നത് UB23യുടെ സെന്ററിലാണ്. രണ്ട് ഭാഗത്തും നോക്കി അത് വരുന്നത് മറ്റേ ഡിസ്കിനോട് സമമായിട്ടാണോ അതോ ഡിസ്ക് വിട്ടിട്ടാണോ? അല്ല, അതും ആക്ച്വലി നമ്മൾ ഡ്യൂ മെറിഡിയനിലെ പോയിന്റ്സ് എടുക്കുന്ന സമയത്തും ലോവർ ബോർഡറോ അല്ലെങ്കിൽ അപ്പർ ബോർഡറോ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും അഡ്വൈസബിൾ. നേരെ മറ്റേ മധ്യത്തിൽ ഇടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് നിങ്ങളുടെ ഈ അതായത് രണ്ട് വെർട്ടിബ്രാസ് ജോയിൻ ചെയ്യുന്നതിന്റെ മിഡിൽ പോർഷൻ ആണ്. അത് മിഡിലാണ് അതിന്റെ പോയിന്റ് കാണിക്കുന്നത്. അതെ, രണ്ട് വെർട്ടിബ്രാസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഏരിയ. ഓൺ ദ ബോൺ അല്ല, പക്ഷെ ഈ മറ്റേ ഡിസ്കിന്റെ ഏരിയ. അതെ അതെ അതെ, ഡിസ്കിന്റെ ഏരിയ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അബ്ഡമൽ ഡിസ്റ്റൻസിന് നല്ലതാണ്. അതേമാതിരി തന്നെ വയറിനകത്ത് ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടാവുന്ന ഈ ശബ്ദത്തിന് നല്ലതാണ്. ആനൽ ഫിസ്റ്റിലേക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ പെയിൻഫുൾ മെൻസ്ട്രേഷന് നല്ലതാണ്. ലുംബാർ ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി ഇതിനകത്ത് അവർ നീ പെയിൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നീ പെയിനിന് വളരെ നല്ല പോയിന്റാണ് ഈ L3 L4 എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ഇഷ്യൂസ്. ഒട്ടുമിക്ക കേസസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പൈനലിൽ കംപ്രഷൻ വരികയാണെങ്കിൽ ഈ L3 L4 കംപ്രഷൻ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും മറ്റേ നീ ശരിക്കും നല്ല പെയിൻ ഉണ്ടാവും. ഓക്കെ, അതേമാതിരി തന്നെ സയാറ്റിക്കായോടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കൂടി ആയതുകൊണ്ട് ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതേമാതിരി തന്നെ മെറീഡിയനിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റാൻ സഹായിക്കുന്നു. നീ പെയിൻ അല്ലെങ്കിൽ നീയുടെ സയാറ്റിക്ക പെയിൻ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അതേമാതിരി തന്നെ നിങ്ങൾക്ക് ക്ഷീണമൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ഭാഗത്ത് ജസ്റ്റ് ഒരു കപ്പ് വെക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിറയെ ടയേർഡ്നെസ് പെട്ടെന്ന് മാറാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് സി ഓഫ് ചി ആണ്. ഓക്കെ, വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷെ ഇൻഡിക്കേഷന് മാത്രം നിങ്ങൾ കണക്കാക്കണ്ട. ലോവർ ബാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോവർ ബാക്കും ലോവർ ബാക്കിന് താഴെയുള്ള ഭാഗങ്ങളിലെ എല്ലാ ഇഷ്യൂസിനും ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബോഡി തെറാപ്പി ചെയ്യുമ്പോഴും വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ L3 L4 എന്ന് പറയുന്ന സ്ഥലം. അത് ഉഴിച്ചിലായാലും ശരി, മസാജിലാണെങ്കിലും ശരി, എല്ലാത്തിലും തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പോയിന്റ്. അവിടെയുള്ള പോയിന്റാണിത്. ഓക്കെ, L3 L4 വെർട്ടിബ്രയിൽ 1.5 ചൂൺ മാറിയിട്ടുള്ളതാണ് BL24. ഓക്കെ, സോ ഈ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും ഈ ഒരു പോയിന്റിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. തൊട്ട് മുന്നിലുള്ളതും തൊട്ട് പിന്നിലുള്ളതും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഈ ഇൻഡിക്കേഷൻസിനെയൊക്കെ. ഓക്കെ, 23ന്റെ കുറേയേറെ ഇൻഡിക്കേഷൻസ് 24 അപ്ലൈ ആകും. 25ന്റെ കുറേയേറെ പ്രോബ്ലം നമുക്ക് ഇഷ്യൂസ് ഇൻഡിക്കേഷൻസ് 24 കോമൺ ആയിട്ട് ഉപയോഗിക്കാം. കാരണം വളരെ അടുത്തുകൂടെ പോകുന്ന മറ്റേ മെറിഡിയൻസ് ആയതുകൊണ്ട്, മറ്റേ പോയിന്റ്സ് അടുത്തടുത്തുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് കുറേയേറെ നമുക്ക് ഇത് വരും. അതേപോലെ തന്നെ ഇതിന്റെ പാരലായിട്ട് 3 ട്യൂണിൽ വരുമ്പോഴും തന്നെ നിങ്ങൾക്ക് അതും ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അത് വന്നിട്ട് സെക്കൻഡ് ഷൂ പോയിന്റ്സ് ആയിട്ടും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, മുട്ടുവേദനക്ക് ലംബാർ 3 ഭാഗത്ത് വലത് കാലിനാണ് പെയിനെങ്കിൽ ഇടത് ഭാഗത്ത് വെർട്ടിബ്രയുടെ സൈഡിൽ തള്ളവരൽ വെച്ച് കൊടുത്തിട്ടൊന്ന് മെല്ലെ സൈക്കിൾ ചവിട്ടിച്ചാൽ തന്നെ ആ വേദന നിമിഷം കൊണ്ട് മാറി കിട്ടുന്ന കാണാറുണ്ട്. ഓക്കെ ഓക്കെ, അത് ആക്ച്വലി വന്നിട്ട് നമ്മൾ ഡോണും ബാറ്റിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? ഇടത് ഭാഗത്തെ അത് വലത് കാലിനാണെങ്കിൽ ഇടത് ഭാഗത്തും, ഇടത് ഭാഗത്തെ കാലിനാണെങ്കിൽ വലത് ഭാഗത്ത് നിങ്ങൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു മൂവ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഈ ചിത്രം ഇട്ടു എന്നേ ഉള്ളത്. L3 എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക് ബോണിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞു കഴിഞ്ഞാൽ അത് L3 L4ന്റെ ആ ലൊക്കേഷൻ ആയിട്ട് വരും.
ക്ലിയർ? Clear. ഇതിനകത്തൊക്കെ ലൊക്കേഷൻ എടുക്കുന്നത് 2 വെർട്ടിബ്രാസ് ജോയിൻ ചെയ്യുന്ന ഇടയിലാണ് എടുക്കുന്നത്. അല്ലാണ്ട് നേരിട്ട് മറ്റേ വെർട്ടിബ്രയുടെ മധ്യഭാഗത്ത് നല്ല എടുക്കുന്നത്. ഇപ്പൊ L3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പോയിന്റ് L3 L4 ഇടയിലായിട്ടാണ് കാണിക്കുന്നത്. അബ്ദുൽ ഖാദർ സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. കണ്ടു സാറേ. അതേമാതിരി UB25 എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രിയലിന്റെ ഷൂ പോയിന്റ് ആണ്. ഓക്കെ, 4th and 5th വെർട്ടിബ്രയുടെ ഇടയിൽ വരുന്ന പോയിന്റ് ആണ്. അല്ലെങ്കിൽ ലോവർ ബോർഡർ ഓഫ് 4th ലുംബാർ വെർട്ടിബ്രയിൽ 1.5 ചൂൺ മാറിയിട്ടുള്ളതാണ്. അബ്ഡമൽ ഡിസ്റ്റൻഷൻ, അതേമാതിരി തന്നെ ഡയേറിയ, കോൺസ്റ്റിപ്പേഷൻ, ബ്ലീഡിങ് ഹെമറോയിഡ്സ്, അതായത് മറ്റേ പൈൽസ് പോലെ ഹെമറോയിഡ്സ് ഉണ്ട്, അത് ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലുംബാർ പെയിന്, അതേമാതിരി അട്ടിക് ഏരിയ, അതായത് ബ്ലഡിൽ ഉണ്ടാവുന്ന എക്സസ് ഹീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ടോക്സിസിറ്റി കൊണ്ടോ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഒന്നുമില്ല, എന്തെങ്കിലും തട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് വെറുതെ നമ്മൾ വിരൽ വെച്ചിട്ടോ നഖം വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ പോലും അവിടെ തടിച്ച് ചുവന്ന് കാണും. അത് ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിൽ നോർമൽ ആവുകയും ചെയ്യും. സോ അട്ടിക് ഏരിയ എന്ന് പറയുന്ന അസുഖമാണ്. ഇത് ഒരുപാട് പേർക്ക് വരാറുണ്ട്, പ്രത്യേകിച്ച് ടീനേജിൽ ഒരുപാട് പേർക്ക് ഇതുണ്ടാവും. ഓക്കെ, ആ സമയത്ത് അവർക്ക് എന്താ പറയുക, മറ്റേ ആഹാരത്തിനോട് വലിയ എന്താ പറയുക, വെളിയിലത്തെ ഫുഡും അതുപോലെ തന്നെ ഓയിലി ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാവും. അപ്പം അത് കൂടുതൽ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ഹോട്ടലുകളിലോ മറ്റൊക്കെ കഴിക്കുന്ന ആളിലൊക്കെയാണ് ഒരുപാട് ഈ അട്ടിക് ഏരിയ കാണാറുള്ളത്. ലാർജ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത് എന്നല്ല, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, റെഗുലേറ്റ്സ് ദ ലാർജ് ഇൻഡസ്ട്രിയൻ, സ്ട്രെങ്തൻസ് ദ ലോവർ ബാക്ക്, റിമൂവ്സ് ഒബ്സ്ട്രക്ഷൻ ഫ്രം ദ മെറീഡിയൻ. അതുകൂടാതെ UB25 ഈസ് വെരി ഗുഡ് ഫോർ ഐദർ ഡയേറിയ ഓർ കോൺസ്റ്റിപ്പേഷൻ. ഇറ്റ് ആൾസോ വെരി എഫക്റ്റീവ് ലോക്കൽ പോയിന്റ് ഫോർ ലോവർ ബാക്ക് പെയിൻ. ഓക്കെ, L4 L5 വെർട്ടിബ്രയുടെ 1.5 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഓൺ ദ മെറീഡിയൻ അല്ല, മറിച്ച് 2 ബോണുകളും ജോയിൻ ചെയ്യുന്നതിൻ്റെ നേരെയായിട്ടാണ് വരുന്നത്. ഓക്കെ സാർ, ചോദിച്ച ചിത്രം ഇതിനകത്തുണ്ട്. അബ്ദുൽ ഖാദർ സാർ, DU4 ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറ്. കാണുന്നുണ്ടോ? ഡിസ്കിന്റെ ഉള്ളിൽ, ഡിസ്കിൽ തന്നെയാണ് വരിക, ബോണിലല്ല. ഡിസ്കിന്റെ സെന്ററിലാണ് വരിക. അതെ, ഓക്കെ. അത് നോർമൽ ആയിട്ടാണ്. ചില നമുക്ക് മറ്റേ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ സൗകര്യം ഈ ഭാഗമായിരിക്കും എപ്പോഴും, അതുകൊണ്ടാണ്. സാറ് നമ്മൾ നേരത്തെ തൊറാസിക് പറഞ്ഞല്ലോ, ഓരോ ചൂണിന്റെ വ്യത്യാസമാണ് ഉണ്ടാവുക വെർട്ടിബ്ര തമ്മിൽ എന്നുള്ളത്. അത് ആ പേഷ്യന്റിന്റെ ഓരോ ചൂണ് അകലത്തിലാണ് ഉണ്ടാവുന്നുണ്ട്. ഒരു ചൂണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഒരു വെർട്ടിബ്രയും മറ്റു വെർട്ടിബ്രയും തമ്മിലുള്ള അകലം മനസ്സിലാക്കാൻ എളുപ്പത്തിന് 1 ചുണ്ണാണ് ഉണ്ടാവുക. പേഷ്യന്റിന്റെ വെല്ലിന്റെ ഒരു ചുണ്ണാണ് ഉണ്ടാവുക, ഏകദേശം ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് സാറാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ മൊത്തം അളവെടുക്കാറാണ് ചെയ്യാറ്. ആക്ച്വലി വന്നിട്ട് അങ്ങനെ മറ്റേ എന്താ പറയാ, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അറിയാം. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്കാൽപ്പ് മറ്റേ ബാക്കിലുള്ള സ്കാപ്പുലാർ വന്നിട്ട് ഫിനിഷ് ചെയ്യുന്ന ഭാഗം തൊറാസിക് 7 വരും. അതേമാതിരി തന്നെ പെൽവിക് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം L3 L4 വരും എന്ന് പറഞ്ഞില്ലേ. ഞാൻ അങ്ങനെ എടുത്തിട്ടാ പിന്നെ പ്രസ് ചെയ്ത് നോക്കിയിട്ടാണ് നീഡിൽ ചെയ്യുക, അല്ലാണ്ട് മെഷർമെന്റ് എടുക്കാറില്ല. കാരണം വെച്ചാൽ ഓരോ വ്യക്തിക്കും അതിന് നിറയെ മാറ്റങ്ങൾ വരാറുണ്ട്. ഈ തടിയുള്ള ആൾക്കാരുണ്ടാവും, മാംസളമായ ശരീരം. അതെ, പക്ഷെ തൊട്ട് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് പെയിൻ ഉണ്ടോ എന്നുള്ളതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാം. പെയിൻ ആണ് ഞാൻ ആക്ച്വലി നീഡിൽ കൂടുതൽ ഇടുന്നത്, പെയിൻ പോയിന്റിലാണ്. അതല്ലാണ്ട് ചില പോയിന്റ്സ് വന്നിട്ട് അവർക്ക് ഇപ്പൊ നീ പെയിൻ ആയിട്ട് വരുമ്പോൾ ക്ലയന്റിന് നീരിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ 2 കുത്തിയിട്ട് ബാക്കിയുള്ളത് നമ്മുടെ പറയുന്ന ഫോക്കസ് ചെയ്യും. പിന്നെ ഞാൻ കമ്പൈൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡോണും അക്യുപഞ്ചറിൽ തന്നെ സുജോക്ക് ഉപയോഗിക്കും, ചിലപ്പോൾ ഓറിക്കുലർ ഉപയോഗിക്കും, ചിലപ്പോൾ YNSA ഉപയോഗിക്കും. പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലെങ്കിൽ മാപ്പിംഗ് ഉപയോഗിക്കും. അങ്ങനെ ഒരു ഇതായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലയന്റിന് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. ചില ക്ലയൻസ് ഒക്കെ വരുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഭാഗത്താ ചെയ്തു പോവാറ്. അല്ലാണ്ട് റുട്ടീനായിട്ട് അതേ പോയിന്റ്സ് ഉപയോഗിക്കാറ്. പിന്നെ അത്യാവശ്യം
സ്റ്റിമുലേറ്റർ ഞാൻ ഉപയോഗിക്കും, ഇലക്ട്രിക്കൽ സ്റ്റിമുലേറ്റർ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇങ്ങനെയുള്ള ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, പെൽവിക് ബോണ് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ലൊക്കേഷൻ നോക്കി വെക്കുക. പിന്നെ ഇപ്പൊ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ